ലാസ്റ്റ് എപ്പിസോഡിൽ മാമലകണ്ടോ മൂന്നാറും ഒക്കെ വഴി മറയൂർ എത്തുന്നവരെയായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ മറയൂരത്തെ കുറച്ച് കാഴ്ചകളും അവിടുന്ന് തിരിച്ച് ആലപ്പുഴയ്ക്ക് എത്തുന്നതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഐ ആം വിഷ്ണു പ്രസാദ്. എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് മറയൂർ ടൗണിലെത്തിയിരിക്കുകയാണ്. നമുക്കിന്ന് രാത്രി കഴിക്കാനുള്ള ചിക്കൻ റെഡിയാക്കാനുള്ള ഐറ്റംസ്, അതായത് ചിക്കൻ പിന്നെ എന്തെങ്കിലും പൊറോട്ട അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി നാളെ കാണാം. മറയൂർ ടൗണിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ്. സൂര്യാസ്തമനം കഴിഞ്ഞെങ്കിലും ആ മലയുടെ മറയിൽ നിന്ന് സൂര്യന്റെ റേസ് വരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ചെറിയ ലൈറ്റുകൾ മൊത്തം മറയൂർ ടൗൺ ആണ്. ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് റൂം എത്തേണ്ടതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്ന് സമയം കളയുന്നില്ല. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച സ്റ്റേ. ഒരു ചെറിയൊരു സെറ്റപ്പാണ്, ഒരു ചെറിയൊരു മഡ് ഹൗസ്. അതിൻ്റെ അകത്തൊരു 6 പേരൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മൊത്തം ടോട്ടൽ 3 ബെഡും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ലക്ഷറി ഒന്നുമല്ല, പക്ഷെ ഒരു എന്താ പറയുക ഫാമിലി എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ ബാച്ചിലേഴ്സോ അങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴത്തേനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നേരെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഡ്രൈ ആയി കിടക്കുവാണ്, സമ്മർ ആയതുകൊണ്ട്. ഞങ്ങൾ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ കുളിക്കാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചത് അതിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മറയൂർ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഡ് ഹൗസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ളൊരു സ്റ്റേ ആണ്. അത് മാത്രമല്ല വെറും 500 രൂപയ്ക്കാണ് പെർ ഹെഡ് ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ റെഡിയാക്കുന്നതാണ്. വൈകിട്ടൊരു ഗ്രില്ലൊക്കെ അടിക്കാൻ പ്ലാനുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പും ഇവർ തന്നെ ഇവിടെ ചെയ്തു തരുന്നതാണ്. നമ്മൾ ഈ താമസിക്കുന്ന സ്റ്റേ ഇവിടെ തന്നെയുള്ള ഓമന എന്ന് പറയുന്ന ചേച്ചിയും ഭർത്താവും കൂടെ നടത്തുന്നതാണ്. സ്റ്റേക്ക് പുറമെ ഇവർക്ക് തന്നെ ഇവിടെ സ്ട്രോബെറി തോട്ടവും ഉള്ളിത്തോട്ടവും ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് സ്ട്രോബെറിയും ഉള്ളിയൊക്കെ ഇവരുടെ അടുത്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത മാസം മഴയില്ലാണ്ട് പോയാൽ ഒരു കൃഷിയും നടക്കില്ല. കൃഷി ഇറക്കിയ വെള്ളം വേണം. ആറ്റിലൊക്കെ വെള്ളം പറ്റിയില്ലേ, എങ്ങനെ കൃഷി ഇറക്കും? ഇതാണ് ഓമന ചേച്ചി. നിങ്ങൾ ഇപ്പം കേട്ടതാണ് ഈ ഒരു സ്ഥലത്തിലെ ആക്ച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, പക്ഷെ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര ഗുരുതരം തന്നെയാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആറ്റിലൊന്നും വെള്ളമില്ല, അതുകൊണ്ട് അവരുടെ കൃഷിയൊന്നും നേരാവണ്ണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇഷ്ടിക നിർമ്മിച്ചും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലോട്ട് അങ്ങ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റിനകത്ത് ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ കൊണ്ടുപോകണം. വെള്ളം കുറവാണ് എങ്കിലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു കുളിവാസാക്കാതെ എങ്ങനെ. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ തന്നെയാണ് പൈപ്പ് വഴി താഴത്തുള്ള വീടുകളിലോട്ടൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂമിലേക്ക് നടക്കുവാണ്. റൂമിൽ ചെന്ന് പാക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇത് തന്നെ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ഈ നിൽക്കുന്ന കാട്ടുചെമ്പകം. ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും ചൂടുള്ള സ്ഥലത്ത്, അതായത് വേറെ മരങ്ങളൊന്നും ഇല്ല, വേറെ പൂക്കളും ഇല്ല, അവിടെ ഈ ചെമ്പകം ഇതേപോലെ ഇഷ്ടംപോലെ മരങ്ങളിലായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആലപ്പുഴ എന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ സ്വർഗം തന്നെയാണ്. അവിടുത്തെ അത്രയും ചൂടൊന്നും എന്തായാലും ഇവിടെ ഇല്ല. അങ്ങനെ നമ്മളൊരു ഉച്ചയോടുകൂടി റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ച് പോരാനുള്ള പരിപാടി. വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ വഴി പൊള്ളാച്ചി വന്നിട്ട് അവിടുന്ന് തൃശ്ശൂർ ഹൈവേ കയറി പോരാനാണ് പരിപാടി. ഭയങ്കര നാരോയും അതുപോലെ തന്നെ ഷാർപ്പ് ബെൻഡുകളും ടേണുകളും ഒക്കെ ഉള്ള റോഡാണ്. വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് ഈ റൂട്ട് വഴി. അതേപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറുമാണ്. നിങ്ങളൊരു സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബൈക്കിലൊക്കെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ സ്പീഡിൽ വരരുത്. കാരണം നല്ല ഷാർപ്പ് ഇടയാണ്. അപ്പുറത്തൊരു ബസ്സോ ലോറിയോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റാണ്ട് വരും. അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കാറിൽ വരുന്നവരും ശ്രദ്ധിച്ച് തന്നെ വരിക, സ്പീഡ് എടുക്കരുത്. നല്ല ടേണുള്ള റോഡാണ്. ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊരു ടോറസ് ആയിരിക്കും വരുന്നത്. ടോറസ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു റോഡാണ്. ഈ റൂട്ടിൽ കൂടുതൽ ടോറസുകളാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെയൊന്നും കാണാനായിട്ട് ഇതിലെ വരരുത്. മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡ്രൈ ഫോറസ്റ്റ് ആണ്.
ഡ്രൈവ് എൻജോയ് ചെയ്യാനായിട്ട് മാത്രം ഈ റൂട്ട് വന്നാൽ മതി, അല്ലാതെ മൃഗങ്ങളെയൊന്നും കാണാൻ ഒരു പ്രതീക്ഷയും വേണ്ട. മാത്രമല്ല ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടികൾക്ക് ഫീസ് അടക്കണം. ബൈക്കിന് പെർ ബൈക്കിന് 20 രൂപയാണ് വരുന്നത്. കാറിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ചെക്കിങ്ങും ഉണ്ടാവും. മദ്യക്കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, വണ്ടിയിൽ പെട്രോളൊക്കെ വേണ്ടത്ര ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരിക. കാരണം ഈ ഒരു റൂട്ട് കുറേ അങ്ങ് ദൂരെ വരെ പെട്രോൾ പമ്പൊന്നുമില്ല, പ്യുവർ ഫോറസ്റ്റ് ആണ്. അതുപോലെ കടകളൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളമൊക്കെ നിങ്ങൾ മറയൂർ ടൗണിൽ നിന്നോ അവിടെ നിന്ന് എവിടെന്നെങ്കിലും വാങ്ങി കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ. ഒന്നാമത് ഡ്രൈ ഫോറസ്റ്റും കൂടെയാണ്, നല്ല ചൂടാണ്. ബൈക്കിലൊക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആകാനായിട്ടൊരു ചാൻസ് ഉള്ള റോഡ് കൂടെയാണ്. അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മൾ ടൗണിൽ നിന്ന് തന്നെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് വേണം വരാനായിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ മാത്രമുള്ള കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. കുറേ ദൂരം ഇങ്ങനെ ഫോറസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ കാണിച്ചാൽ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം പൊള്ളാച്ചിയൊക്കെ എത്താറായിരിക്കുകയാണ്. നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ കടകളൊക്കെ കാണണമെങ്കിൽ ഇവിടെ എത്തുമ്പോഴാണ് പിന്നെ നമുക്ക് ഷോപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനിടയ്ക്കൊന്നും ഒരു കട പോലും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളവും നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ അതുമൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഫോറസ്റ്റിനകത്തോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ടൗണിൽ നിന്നൊക്കെ ലെഫ്റ്റ് എടുത്ത് കുറേ ഇങ്ങ് വരുമ്പോഴത്തേനും ഒരു കനാല്, എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും കുട്ടികളൊക്കെ വെള്ളത്തിൽ ചാടി കുളിക്കുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മുടെ ഒന്നും അവിടെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കൗതുകം തോന്നിയിട്ട് കയറിയതാണ്. പക്ഷെ കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലായത്. ഈ വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ട് അതിൻ്റെ കരയെ തന്നെ അവർ 1ഉം 2ഉം ഒക്കെ സഹായിച്ചു വെച്ചിട്ട് പോവുകയാണ്. എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് അത് അവർ മര്യാദയ്ക്ക് സൂക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഈ വെള്ളം കണ്ടപ്പോൾ സത്യത്തിൽ ഒന്ന് കുളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതുകൂടെ കണ്ടപ്പോഴത്തേനും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടിയെടുത്ത് വിട്ടുകളയായത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ നല്ലതാണ്. നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് മാക്സിമം വൃത്തിയിൽ തന്നെ എല്ലാവരും കീപ്പ് ചെയ്യും. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിരുന്നത്, 2 ബൈക്കിലായിട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്റർകോം വഴി കണക്ട് ചെയ്തിട്ട് ട്രിപ്പ് പോകുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് ഈ ഇന്റർകോം. ഭയങ്കര ഫണ്ണാണ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഫ്രണ്ടേ പോകുന്ന ആൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നാലോ എടാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അതുപോലെ എന്തെങ്കിലും കുഴിയോ വലിയ വണ്ടി വരുന്നുണ്ടെങ്കിലോ ഒക്കെ വളവിലൊക്കെ അതും നമുക്ക് ബാക്കിൽ വരുന്ന ആൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ കോമഡി പറയാം. നിങ്ങളുമായിട്ട് അത്രയും ഒരു കംഫർട്ട് സോണിലുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫണ്ണായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു ഇന്റർകോം മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് മൊബൈലൊക്കെ കോളൊക്കെ വരുന്ന സമയത്താണെങ്കിലും അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് നമുക്ക് വണ്ടി നിർത്തുമോ ഹെൽമെറ്റ് ഊരുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ടേപ്പിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്റർകോം റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇന്റർകോം എല്ലാവരും യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഇജാസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ V6 Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്റർകോമാണ്. അതിപ്പോൾ ഓഫറിൽ അവൈലബിൾ ആണ്. കുറേ സ്റ്റോറുകളിലൊക്കെ ഓഫറിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് എറണാകുളത്ത് മോട്ടോഹോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്നാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം താല്പര്യമുള്ളവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സത്യം പറയുവാണെങ്കിൽ നമ്മൾ ഈ വരുന്ന റോഡിൽ അങ്ങനെ കാണിക്കത്തക്ക വിഷ്വൽ ഭംഗി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. കുറേ വില്ലേജസും തമിഴ്നാട് റോഡുകളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ വരുന്ന റൂട്ട് തന്നെയാണ് കൊല്ലംകോടൊക്കെ. അപ്പോൾ ഇച്ചിരി നേരത്തെ വരുന്നവർക്ക് കൊല്ലംകോടൊക്കെ ഇറങ്ങി കൊല്ലംകോടിൻ്റെ ആയിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാവുന്നതാണ്. നമ്മളെന്തായാലും അവിടെ എത്തുമ്പോൾ ഇരുട്ടുമായിരിക്കും. അപ്പോൾ അതും കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലെത്തി. അതിന് ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് വിട്ടുപോയി. ഇടയ്ക്ക് ഞങ്ങളുടെ ഫോൺ കളഞ്ഞുപോയി. ഒരു 12 കിലോമീറ്ററോളം ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഫോൺ പോയ കാര്യം. അത് ഞങ്ങൾ അതിലോട്ട് കോൾ ചെയ്തപ്പോൾ തന്നെ ഒരു കൊച്ചാണ് എടുത്തത്. അവർ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, തിരിച്ചു തന്നാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഫോണൊക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ എന്തുമാത്രം എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര പേര് ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ നല്ല കണ്ടൻസുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.